നമസ്കാരം. തെരഞ്ഞെടുപ്പ് പൂരത്തിന് ആരവ പെരുക്കം നൽകാൻ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുമൊക്കെ ആവേശത്തിന്റെ കൂട്ടപ്പൊരിച്ചിൽ തീർക്കാൻ വരുന്നതോടെ സംസ്ഥാനം തിളച്ചുമറിയും. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി 15-നെത്തും. UDF-നായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും വരും ദിവസങ്ങളിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി സംസ്ഥാനത്തുണ്ട്. വൈകുന്നേരം 6-ന് കോഴിക്കോട് UDF മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. 15-16 തീയതികളിൽ വയനാട് നിയോജക മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കും. 18-ന് രാവിലെ 10 മണിക്ക് കണ്ണൂരും 3-ന് പാലക്കാടും വൈകിട്ട് 5 മണിക്ക് കോട്ടയത്തും സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. 22-ന് രാവിലെ 10-ന് തൃശൂരും 3-ന് തിരുവനന്തപുരത്തും വൈകിട്ട് 5-ന് ആലപ്പുഴയിലുമുള്ള റാലികളിലും രാഹുൽ ഗാന്ധി സംസാരിക്കും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ 16-ന് രാവിലെ 10-ന് തിരുവനന്തപുരത്തെത്തും. ഉച്ചകഴിഞ്ഞ് 2-ന് മട്ടന്നൂരിൽ നിന്നും ഇരിട്ടിയിലേക്കുള്ള റോഡ് ഷോയിലും പൊതുസമ്മേളനങ്ങളിലും സംബന്ധിക്കും. 4 മണിക്ക് വടകര നാദാപുരത്തും 5:30-ക്ക് കോഴിക്കോട് മണ്ഡലത്തിലെ കൊടുവള്ളിയിലും പൊതുസമ്മേളനങ്ങളിലെത്തും. വൈകിട്ട് 7:30-ക്ക് പൊന്നാനി മണ്ഡലത്തിലെ താനൂരിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ലെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ചിഹ്നം മാത്രം ഉപയോഗിക്കും. തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനില്ലെന്നും MM ഹസൻ പറഞ്ഞു. ഇല്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല. പിന്നെ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനം. ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു. കൂടുതൽ ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്തുകൊണ്ടാണെന്ന്. അല്ല, കാരണം പറഞ്ഞല്ലോ, ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഞായറാഴ്ച രാത്രി 8:30-ക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തും. എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസം. തിങ്കളാഴ്ച തൃശൂരിലേക്ക് തിരിക്കും. ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം ചെറുവട്ടാനിയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പങ്കെടുക്കും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ആഹ്വാനം ചെയ്യുന്നത് സമസ്തയുടെ നയമല്ലെന്ന് സയ്യിദ് ജിബ്രീ മുത്തുക്കോയ തങ്ങൾ. മതവിശ്വാസത്തിന് തകരാർ സംഭവിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം സമസ്തയുടെ ആളുകളുണ്ട്. മതവിശ്വാസം ഹനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി സമസ്ത സഹകരിക്കില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്ത എന്ന് പറയുന്ന ഈ സംഘടന എന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തൻ്റെ പതിവല്ല. അപ്പോൾ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അവരുടെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അവരെ മതത്തിന് തകരാറ് സംഭവിക്കാത്ത നിലക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതൊന്നും ആരെങ്കിലും അങ്ങനെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തൻ്റെ നയമല്ലാന്ന്, ഒരിക്കലും സമസ്തൻ്റെ നയമല്ലാന്ന് നാസിർ ഫൈസി പറഞ്ഞത് നാസിർ ഫൈസിനോട് ചോദിക്കുക. അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ NDAക്ക് അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി C രഘുനാഥ്. തളിപ്പറമ്പ് തൃച്ചംബരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ ഇല്ലാത്ത അനുകൂല പ്രതികരണമാണ് ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ NDAക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. K സുധാകരൻ തനിക്ക് രാഷ്ട്രീയത്തിലൊരു പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ഇത്തവണ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. കണ്ണൂരിൽ ആദ്യമായി ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് C രഘുനാഥ് പറഞ്ഞു. സുധാകരൻ രാഷ്ട്രീയത്തിൽ എൻ്റെ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇത്തവണ പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല. കണ്ണൂരിൽ ആദ്യമായി NDA സ്ഥാനാർത്ഥി വിജയിച്ചവരും തൃച്ചംബരത്ത് നടന്ന സ്വീകരണ പരിപാടി BJP സംസ്ഥാന കമ്മിറ്റി അംഗം AP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രമേശൻ ചെങ്ങൂനി അധ്യക്ഷത വഹിച്ചു. MR സുരേഷ്, വിജയൻ വട്ടിപ്രം, P ദേവരാജൻ, A അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
രാവിലെ തൃച്ചംബരത്തു നിന്നും ആരംഭിച്ച പ്രചരണ പരിപാടിയുടെ ഭാഗമായി കുറ്റേരി, കൂവേരിക്കടവ്, ചപ്പാരപ്പടവ്, എടക്കോം തുടങ്ങി 16ഓളം കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. വോട്ടർമാരിൽ ആവേശം നിറച്ച് ഡബിൾ ഡക്കർ ബസ്സും IM വിജയനും. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇടുക്കി മൂന്നാറിൽ ആദ്യമായി എത്തിയ ഡബിൾ ഡക്കർ ബസ് എത്തിയത്. പരിപാടികളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ IM വിജയൻ നിർവഹിച്ചു. മൂന്നാറിന് ആവേശം പകർന്നാണ് ഇതാദ്യമായി ഡബിൾ ഡക്കർ ബസ് എത്തിയത്. ഇതിനോടൊപ്പം തന്നെ ഫുട്ബോൾ മത്സരവും നടന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയായ സ്വീപ്പിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ. പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഡബിൾ ഡക്കർ ബസ് മൂന്നാറിലെത്തിയത്. ബസിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. തിരഞ്ഞെടുപ്പിൽ 18 വയസ്സ് പൂർത്തിയായി വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്ത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആ ഒരു മഹനീയമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം, പൊതുജനങ്ങൾക്ക് മൊത്തമായിട്ടും വോട്ടർ ലിസ്റ്റ് പട്ടികയിൽ ലിസ്റ്റിൽ പേരുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നതും അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇത്തരം പരിപാടികളുടെ സ്വീപ്പ് എന്ന പേരിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഒരാഴ്ച മൂന്നാറിൽ തുടരുന്ന ബസ് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമായി പ്രത്യേക സർവീസുകൾ നടത്തും. KSRTC ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ആനയിറങ്കൽ ഡാമിലേക്കാണ് സർവീസ് നടത്തുക. സിഗ്നൽ പോയിന്റ്, ചൊക്കർമുടി, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ. ബസ്സിലെ യാത്ര സൗജന്യമാണ്. പരിപാടികളുടെ ഭാഗമായി മൂന്നാർ ടാറ്റ സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലാ പോലീസ് ടീമും KDSP റിപ്പിൾ ടീമുമാണ് മത്സരിച്ചത്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ IM വിജയനാണ് ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചത്. VIP എന്ന് പറയുന്നത് ആരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കുറെ പൈസക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറെ വണ്ടി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ കുറെ പേരുള്ളവരായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അതല്ല, ഏറ്റവും വലിയ VIP എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇന്ത്യയിലല്ല, ലോകത്തെ ഏറ്റവും വലിയ VIP. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുക. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യണം. വോട്ട് ഒരിക്കലും മിസ്സാക്കരുത്. അതാണ് ഏറ്റവും വലിയ VIP എന്ന് പറയുന്നത്. മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് KDSP ടീം വിജയിച്ചു. വിജയികൾക്ക് ടസ്കർ എവറോളിംഗ് ട്രോഫി നൽകി. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഇത്തരം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എവറോളിംഗ് ട്രോഫി നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീപ്പ് നടത്തിവരുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ചരിത്രസ്പന്ദനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപൂർവമായാണ് ഭൂരിപക്ഷം ചെറുതാവുന്നത്. പലപ്പോഴും 10,000-ങ്ങളുടെയും ലക്ഷത്തിന്റെയും കണക്ക് കടന്നുപോകുന്ന ഭൂരിപക്ഷം ചിലപ്പോഴെങ്കിലും 1000-ഓ 2000-ഓ ഒക്കെ ആവാറുണ്ട്. ആ വോട്ട് ചരിത്രമൊന്ന് നോക്കാം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ്. 2004 ഇവിടെ PC തോമസ് ജയിച്ചത് വെറും 529 വോട്ടിനാണ്. അന്ന് IFDP സ്ഥാനാർത്ഥിയായിരുന്നു PC തോമസ്. തോറ്റതാകട്ടെ ഇടത് സ്ഥാനാർത്ഥി PM ഇസ്മായിൽ. UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജോസ് കെ മാണി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കോഴിക്കോട് മണ്ഡലത്തിൽ 1962 മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയയുടെ വിജയം 763 വോട്ടിനായിരുന്നു. 2009 കോഴിക്കോട്ടുകാർ പിശുക്കുകാട്ടി. MK രാഘവന്റെ കന്നി അംഗത്തിൽ ഭൂരിപക്ഷം 838 വോട്ട് മാത്രം. വീണത് ഇപ്പോഴത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2004 ആലപ്പുഴയിൽ VM സുധീരൻ തോൽവിയെറിഞ്ഞത് 1009 വോട്ടിനാണ്. CPMലെ KS മനോജാണ് അന്ന് ഡൽഹിക്ക് വണ്ടി കയറിയത്. 1991 അന്നത്തെ ചിറയിൻകീഴിൽ സുശീല ഗോപാലന്റെ ജയം 1106 വോട്ടിനായിരുന്നു. മാവേലിക്കരയിൽ 1984 ജനതാ പാർട്ടിയിലെ തമ്പാൻ തോമസ് 1287 വോട്ടിനും 1998 കോൺഗ്രസിലെ PJ കുര്യൻ 1261 വോട്ടിനുമാണ് ലോക്സഭാംഗങ്ങളായത്. പാലക്കാടിനും പറയാനുണ്ട് കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ കഥകൾ. 1989 CPMലെ A വിജയരാഘവൻ കോൺഗ്രസിലെ VS വിജയരാഘവനെ വീഴ്ത്തിയത് 1286 വോട്ടിനാണ്. 2009 CPMലെ MB രാജേഷിന്റെ വിജയവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരുന്നു, 1820 വോട്ട്.
1989 കാസർകോട്ടെ ഇടത് സ്ഥാനാർത്ഥി എം രാമണ്ണറായുടെ ഭൂരിപക്ഷം 1548. 1998 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ ജയിച്ചത് 2180 വോട്ടിന്. കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ 2 പേർ എറണാകുളത്ത് നിന്ന് എംപിമാരായിട്ടുണ്ട്. 1952 കോൺഗ്രസിലെ എം തോമസ് 1736 വോട്ടിനും 1980 സേവ്യർ അറയ്ക്കൽ 2502 വോട്ടിനും ജയിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ CPIയിലെ VV രാഘവൻ തൃശൂരിൽ അട്ടിമറിച്ചപ്പോഴും ഭൂരിപക്ഷം കുറവായിരുന്നു. 1420 വോട്ടിനായിരുന്നു ലീഡർ പരാജയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇടതുമുന്നണിക്ക് ജനങ്ങൾ പിന്തുണ നൽകുമെന്ന് ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. വർഗീയതയെ ആശ്രയിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ലവ് ജിഹാദിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതെന്നും കെ രാധാകൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെത്തിയതിന്റെ വിശേഷം കാണാം. മത്സരം ആലത്തൂരാണ് നടക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും വോട്ട് തേടി എറണാകുളത്തെത്തിയിരിക്കുകയാണ് ശ്രീ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ. അദ്ദേഹം മന്ത്രി കൂടിയാണ്. എന്തായാലും ഇവിടെ വന്ന് കുന്നംകുളം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. അതൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്ന ഒരു കാരണം കൂടി ഒന്ന് പറയാമോ? ഇവിടെ ഈ പറഞ്ഞ പോലെ ആലത്തൂർ മണ്ഡലത്തിലെ നിരവധി വോട്ടർമാർ ഈ മണ്ഡലത്തിൽ കൊച്ചിയിൽ ഉപജീവനാർത്ഥം വന്ന് ജീവിക്കുന്നുണ്ട്. അവരിവിടെ ഒരു അവരുടെ നാട് തന്നെയാണിത്. അത് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ആ മണ്ഡലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും അവർ ലോക്കലിൽ പ്രചരണം നടത്താറുണ്ട്. എല്ലാ കാലത്തും ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കുറച്ചും കൂടി വാശിയോടുകൂടിയും. ആലത്തൂര് ലോക്സഭാ മണ്ഡലത്തിന് പിന്നെ ലക്ഷദ്വീപിലും ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതെ അത്ര. എങ്ങനെയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സുപ്രധാനമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യം വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എങ്ങനെയാണ് ഈ പ്രത്യേക ഒരു 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചത്. കേവലം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ അപ്പുറത്ത് ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇടതുപക്ഷ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടുതൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വളരെ കുറഞ്ഞുപോയി. ആ കുറഞ്ഞു പോയത് ഒരു കുറവായിട്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹം സാധ്യപ്രായമാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടുതൽ വരും. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിരവധി ഉണ്ടല്ലോ. ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഏത് നിലയ്ക്കായിരിക്കും പ്രതിഫലിക്കുക? പ്രധാനമായിട്ടും നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചയിൽ കേരളത്തിൽ അത് ശരിയായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പോറലേറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മതനിരപേക്ഷതയും നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗരന്മാരുടെ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ എന്ത് വിധേനയും കീഴടക്കാൻ കഴിയും എന്നുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ പോലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പിടിച്ച് ലോക്കപ്പിലിടാമെന്നും ജയിലിലടക്കാമെന്നുമൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി എന്നുള്ളത് ഏറെ അപമാനകരമാണ്. ആളെ എന്ത് തെറ്റ് ചെയ്തു എന്നതിന് അപ്പുറത്ത് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ലോക്കപ്പിലിടുക, അത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട് ചർച്ച ചെയ്യാം. ആരെ വേണമെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള മുന്നറിയിപ്പുമാണ്, ഒരു ഭീഷണിയാണ്.
തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ വീണ്ടും ചർച്ചയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. വളരെ ഖേദകരമായിട്ടൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് വീണ്ടും ഇത് ആവർത്തിച്ച് അതില്ലാത്തൊരു കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന വർഗീയമായി ധ്രുവീകരിക്കുക സമൂഹത്തെ. തങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാടിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു. സർവേ ഫലങ്ങളൊക്കെ മറികടന്നിട്ട് ഒരാൾ കൂടിയാണ് അങ്ങ്. അപ്പോൾ ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങളെ കുറിച്ച് കാണുമ്പോൾ അങ്ങേക്ക് എന്താ? സർവേ വ്യത്യസ്തങ്ങളായി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ഇടതുപക്ഷത്തിന് അനുകൂലമായി എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വലിയ ആശംസകൾ നൽകുകയാണ് ഈ ഘട്ടത്തിൽ. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് വാനോളം ഉയരുന്ന ഘട്ടത്തിലാണ് രാധാകൃഷ്ണൻ ഇവിടെ വോട്ട് തേടി എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ചാൾസിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇനി ഓർമ്മയിലെ വോട്ട്. ജനപക്ഷത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്നും തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ LDFന് സാധിക്കുമെന്നും ആറ്റിങ്ങലിലെ മുൻ MP എ സമ്പത്ത്. കേരളത്തിൽ ഒരു സീറ്റും നേടാൻ BJPക്ക് കഴിയില്ലെന്നും സമ്പത്ത് പറയുന്നു. കേരള വിഷൻ ന്യൂസിലൂടെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. ജനങ്ങളോട് വോട്ട് ചോദിക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും ആ പരാതികൾ പരിഹരിക്കാനും ഒക്കെയായി ഒരു പൊതുപ്രവർത്തകനായി എന്നെ മാറ്റിയത് വാസ്തവത്തിൽ എന്നെ ഞാനാക്കി തീർത്തതിൽ വലിയ പങ്ക് വഹിച്ച എൻ്റെ സ്കൂളും കോളേജും എല്ലാം ഉൾപ്പെടുന്ന അതേ കോർപ്പറേഷൻ ഡിവിഷനാണ്. അപ്പോഴാണ് ഞാൻ 11ാം ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെടുന്നത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാനിങ്ങനെ സ്ഥാനാർത്ഥി ആയി എന്നുള്ളതിന്. കാരണം ഞാനപ്പോഴേക്കും ഗവൺമെൻറ് ലോ കോളേജിലെ എൻ്റെ LLB കഴിഞ്ഞ് ഞാൻ അഭിഭാഷകനായി എൻറോൾ ചെയ്ത് എൻ്റെ LLM ഞാൻ പാസ്സായതിനു ശേഷം ഞാൻ PhDക്ക് രജിസ്റ്റർ ചെയ്ത് ഗവേഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഞാനന്ന് ഗവൺമെൻറ് ലോ കോളേജിലെ ഗസ്റ്റ് ലെക്ചറാണ്. പോലീസ് ട്രെയിനിങ് കോളേജിലെയും ഗസ്റ്റ് ലെക്ചറാണ്. അധ്യാപക വൃത്തിയോട് എനിക്കൊരു അഭിനിവേശം തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് എന്നെ വിളിച്ചറിയിക്കുന്നത് സഖാവ് E.K. നായനാരാണ്. ടെലിഫോണിൽ വിളിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സഖാവ് E.K. നായനാരാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും പറഞ്ഞില്ല. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട കാലത്താണ്. ഞാൻ ചോദിച്ചു ഞാനപ്പോൾ എന്ത് ചെയ്യണം? അത് നീ EMനെ കണ്ടുകൊണ്ട് തുടങ്ങും. സഖാവ് EMSനെ ഞാൻ ആദ്യം പോയി സഖാവ് EMSനെ കണ്ടിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി എന്നത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കോൺഗ്രസ് നേതാവും ആയിരുന്ന തലേക്കുന്നിൽ ബഷീറായിരുന്നു. ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അച്ഛനും മകനും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ മണ്ഡലത്തിൽ മാത്രമാണ്. 1967 K. അനിരുദ്ധം വിജയിച്ച അതേ മണ്ഡലത്തിൽ 1996 സമ്പത്ത് വിജയിച്ചു എന്നത് ഇത് എന്നോട് ശ്രീ തലേക്കുന്നിൽ ബഷീറാണ് എന്നോട് ആദ്യം പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം പിന്നീട് 2009 ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പോഴത്തേക്കും അത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 60,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കാനായി കഴിഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനങ്ങളോട്, പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് ഇത് ഏറ്റവും കൂടുതൽ സംബന്ധിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു ത്രികോണ മത്സരത്തിന് വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. ഒരു നല്ല ത്രികോണ മത്സരത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു ഘടനയും അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ സാമൂഹിക ചുറ്റുപാടും എന്നുള്ളത് LDF വേഴ്സസ് UDF ആണ്. BJPക്ക് കേരളത്തിൽ ഒരിടത്തും BJPക്ക് വിജയമുണ്ടാവില്ല. കാരണം BJP പ്രതിനിധാനം ചെയ്യുന്ന വിഭജന രാഷ്ട്രീയത്തെ, വർഗീയ രാഷ്ട്രീയത്തെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ അത് കേരളം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അത് കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളതുപോലെ ഇന്ത്യയും അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് പോലെ നമ്മളെ ബോധ്യപ്പെടുത്തും. ഇനി നാട് പറയട്ടെ. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമാക്കുമെന്ന NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വാക്കുകൾ പാടെ തള്ളിക്കളയുകയാണ് വയനാട്ടിലെ വോട്ടർമാർ. കാണാം വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മുക്കം ടൗണിലാണ് ഞങ്ങളുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന്. ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട് പരിചയമുള്ള ഈ പേരുമാറ്റം
കേരളത്തിലേക്കും വരുന്നതിനെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? ആ പ്രതികരണമാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് തേടുന്നത്. ആളുകളുടെ പ്രതികരണത്തിലേക്ക്. സാധാരണ ഉത്തരേന്ത്യകളിലേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വയനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന്. അങ്ങനെ പേര് മാറ്റേണ്ടതുണ്ട്? അങ്ങനെ ആ പേര് മാറ്റാൻ ഇപ്പം എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താന്ന് ഈ ഭരണകേന്ദ്രങ്ങളാണ് അതിന് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. അല്ല, പേര് മാറ്റേണ്ടതുണ്ടോ? സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ മാറ്റേണ്ടതായിട്ട് തോന്നുന്നില്ല. നമ്മളെ അഭിപ്രായം നിലവിലുള്ള സംഗതികളൊക്കെ അതേമാതിരിയായിട്ട് തുടർന്ന് പോട്ടെ. സ്ഥലപ്പേര് മാറ്റാന്ന് പറയുന്നത് സുശരിയുള്ള കാര്യമല്ലല്ലോ. ഈ ഇലക്ഷൻ്റെ സമയത്ത് അത് എടുത്തു വെച്ച് എന്തിനാന്ന് മനസ്സിലായില്ല. സുൽത്താൻ ബത്തേരി മതി. സുൽത്താൻ ബത്തേരി മതി. വേണ്ട വേണ്ട, സുൽത്താൻ ബത്തേരി തന്നെ മതി. ഈ ഗണപതി വട്ടം വേണ്ട. വേണ്ട, സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി മാറ്റേണ്ട കാര്യമില്ല. അത് സുൽത്താൻ ബത്തേരി തന്നെയാണ് നമുക്ക് കേൾക്കാനും പറയാനൊക്കെ താല്പര്യം. ഈ പക്ഷേ കെ സുരേന്ദ്രൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് അറിയില്ല. അത് സുൽത്താൻ എന്നുള്ള പേരുണ്ടായിട്ടായിരിക്കും സംശയം. അത് വേണ്ട, എന്തിനാണ് അങ്ങനെ? അവിടെ സുൽത്താൻ ബത്തേരി എന്നൊരു പേര് വന്നിട്ടുണ്ട്, അതിന് പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് സുൽത്താൻ ബത്തേരി വന്നിട്ടുള്ളത്. ഇത് ഗണപതി വട്ടം ആക്കുന്നത് കൊണ്ട് എന്താണ് അതിൽ ഉചിതം എനിക്ക് മനസ്സിലായിട്ടില്ല. സുരേന്ദ്രൻ ചരിത്രം പഠിക്കണമല്ലോ. പഠിക്കേണ്ടിയിരിക്കും. ആ പേര് തന്നെ മതി, അതല്ലേ നല്ലത്. സുൽത്താൻ ബത്തേരി മതി. സുൽത്താൻ ബത്തേരി എന്താ പറയുക, ഒരു അറിവില്ലായ്മ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ളൊരു അറിവില്ലായ്മ ഉണ്ടാകും. സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുമ്പോൾ അതൊരു വോട്ട് ധ്രുവീകരണത്തിന് കാരണമാകാറുണ്ട്. ഈ പിന്നെ പേരുമാറ്റം അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ. പക്ഷെ ഇവിടെ അത് നടക്കില്ല. ഇതൊരു കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. അതൊരു ശരിയില്ലാത്ത പരിപാടിയാണല്ലോ. ഇത് കേരളമല്ലേ. ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച പേര് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയണ കാര്യമില്ല. നമ്മൾ ജനിച്ചു വളർന്ന ഈ നാടിൻ്റെ പേര് മാറ്റണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ പെട്ടവർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ പേര് മാറ്റണമെന്നുള്ള അഭിപ്രായം പറയാൻ ഞങ്ങളല്ല. അതാ അതിൻ്റെ പഴയ പേരാണ്. ഞാൻ ആധാരം വേണ്ടി എടുത്തിട്ട് അമ്പലം സ്ഥലം ഉണ്ടാക്കി. അതിൻ്റെ പഴയ ആധാരത്തിലാണ്. പേര് കേട്ടൊരു ഗണപതി ക്ഷേത്രം ഉണ്ട് അവിടെ. വർഷത്തിൽ 1008 തേങ്ങ കൊണ്ട് മുട്ടറയ്ക്കുന്ന ക്ഷേത്രം. ആ ദിവസം ഞാൻ പങ്കെടുത്താണ് പരിപാടിയിൽ. എല്ലാം പഴയ പേരുകൾ പുതിയ പേരിട്ട് കൊണ്ട് തൃശ്ശൂർ, കാലിക്കറ്റ്, കോഴിക്കോട് അങ്ങനെ ആയിക്ക് വരുമ്പോൾ അങ്ങനെ ആവുമല്ലോ. അല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാനില്ല. അതേക്കൊണ്ട് പറയാന്ന് വെച്ചാൽ ഒരു വർഗീയമായ രീതിയിലാണ് സുരേന്ദ്രൻ വളച്ചൊടിക്കുന്നത്. നമ്മളെ സമൂഹം എന്ന് വെച്ചാൽ മതപരമായി നല്ല നിഷ്പക്ഷതയോടെ ഒത്തൊരുമയോടെ കഴിയുന്ന ഒരു സമൂഹമാണ്. സുരേന്ദ്രൻ അങ്ങനെ പലതും പറയും. അതിൻ്റെ പ്രതികരിക്കാക്കുക നല്ലത്. ഞാൻ അഭിപ്രായക്കാരില്ല. അതങ്ങനെ കണ്ടാൽ മതി. ആളെയും വലുതൊക്കെ അതിന് മുമ്പും പറഞ്ഞു. സുൽത്താൻ ബത്തേരി മതി. സുരേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വട്ട് കേസായിട്ടുള്ള ആള്. സുൽത്താൻ ബത്തേരി ടൗണ് ഗണപതി മണ്ഡപം ആക്കണം, വട്ടമാക്കണം. മൂപ്പരങ്ങനെ പലതും പറയും. കുതിരട്ടത്ത് പോയാലും പലരും ഇങ്ങനെ വിളിച്ചു തന്നെയാണ്. അതൊന്നും ആരും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പം സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞില്ലേ, തൃശ്ശൂർ അങ്ങനെയാക്കും എന്നൊക്കെ. ഇങ്ങനെ മറ്റേ അളകിയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ പറഞ്ഞ സുരേന്ദ്രൻ പ്രത്യേകിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വിഷയമാക്കിയില്ല ആരും. ഈ പ്രസ്താവന കൊണ്ട് സുരേന്ദ്രന് വോട്ട് കൂടൂലെന്നാണ്. കുറയും, കുറച്ചുകൂടി കുറയും. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞിരിക്കാൻ അത് ടിപ്പു സുൽത്താൻ്റെ പേരുള്ളതല്ല പോന് പ്രശ്നം. നമ്മൾ ടിപ്പു സുൽത്താൻ അംഗീകരിക്കുന്ന അല്ലാത്തവരുണ്ടാവുമല്ലോ, ഓന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ മറിച്ച് ചെയ്യും. എല്ലാ ഗണപതി ആരാധകരും ഒന്നായിട്ട് സുരേന്ദ്രനെ വോട്ട് ചെയ്യൂല. സുരേന്ദ്രൻ ഗണപതിൻ്റെ മറ്റേ ജനപ്രതിനിധിയൊന്നും അല്ലല്ലോ. അങ്ങനെ പറയാൻ ഗണപതി ആരാധിക്കുന്നവർ പോലും സുരേന്ദ്രനെതിരെ വോട്ട് ചെയ്യും. ഇങ്ങനെയല്ലല്ലോ മതവിശ്വാസവും ആരാധനാകർമ്മങ്ങളും കൊണ്ടുകൊണ്ട്. അതിന് ചെറിയ ഒരു രീതിയുണ്ട്. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയാണ്. ബഹുമത രാജ്യമാണിത്. ഇവിടെ പല സംസ്കാരം ഉണ്ടാവും, പല മതങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. അവർ പലതും അതിനൊക്കെ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. അല്ല, നമുക്ക് ഇവിടെ പേര് മാറ്റണം ആദ്യം. അറബിക്കടൽ, അറബി എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഇതല്ലേ, അതിൻ്റെ പേര് മാറ്റണം ആദ്യം. ഈ സുരേന്ദ്രൻ്റെ വാക്കുകളെ എങ്ങനെയാണ് താങ്കൾ ഇത് പൊതുവെ? അയാൾക്ക് ഇവിടെ ഒരു ഇത്, അതായത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കും ഇവിടെ അറിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓളുണ്ടാക്കുക. വയനാട് മണ്ഡലത്തിലെ 95% വോട്ടർമാരും അഭിപ്രായപ്പെടുന്നത് പേരുമാറ്റവുമായി കെ സുരേന്ദ്രൻ ഇവിടേക്ക് വരണ്ട, ഇത് കേരളമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്നും കെ സുരേന്ദ്രൻ പാഠം ഉൾക്കൊള്ളട്ടെ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.